കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ബാക്ക് ടു ഇഗ്നോ ഫോക്കസ് 4.0 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇഗ്നോ മുൻകാല ചോദ്യപേപ്പറുകളുടെ ഒരു അനാലിസിസ് സെഷനാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. MSc മാത്തമാറ്റിക്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ MMT 007 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് ന്യൂമറിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്ന പേപ്പറിന്റെ അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് ഈ ജൂൺ ടെർമിനൽ ആൻഡ് എക്സാമിനേഷന് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അതുപോലെ തന്നെ നമ്മുടെ ലോങ് സിലബസിന്റെ ഒക്കെ ഒരു എന്താ പറയാ ടോട്ടലി നമ്മൾ അതൊന്ന് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്തിരിക്കുകയാണ് നമ്മൾ കോർ ടോപ്പിക്സ്, ഫ്രീക്വന്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ്, എക്സാം പാറ്റേൺ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള അനാലിസിസ് എല്ലാം ചെയ്തിട്ട് ഒരു പ്രിഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സോ വിൽ ബി മൂവിംഗ് ഓൺ ടു ഡയറക്ട്ലി ഇൻ ടു ദ സെഷൻ. അപ്പോൾ ഈ ഒരു സെഷനകത്തുനിന്ന് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ സിലബസിനെ ബ്ലോക്ക് വൈസും യൂണിറ്റ്സും സബ് ടോപ്പിക്സ് ഒക്കെ ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സിലബസ് മാപ്പിംഗ് വഴി നമ്മൾ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കലി നമ്മുടെ എക്സാം റെലവൻസ് അനുസരിച്ചിട്ട് ഏതൊക്കെ പോർഷനിൽ നിന്നാണ് കൂടുതൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്, ഏതൊക്കെയാണ് നിങ്ങൾ ഇനി കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളതാണ് സിലബസ് മാപ്പിംഗ് വഴി ചെയ്യുന്നത്. നെക്സ്റ്റ് വി വിൽ ബി മൂവിംഗ് ഓൺ ടു എക്സാം പാറ്റേൺ അനാലിസിസ്. എക്സാം പാറ്റേൺ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത് ടിപ്പിക്കലി ഏതൊക്കെ ഫോർമാറ്റ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത്, അതിൽ നിന്ന് എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതുപോലത്തെ ആ ട്രെൻഡ്സ് ഏതൊക്കെയാണ് കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള ട്രെൻഡ്സ് ഒക്കെയാണ് നമ്മൾ എക്സാം പാറ്റേൺ അനാലിസിസിൽ ചെയ്യുന്നുണ്ടാവുക. ദെൻ വിൽ ബി ഗോയിങ് ഓൺ ടു റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ദ ക്വസ്റ്റ്യൻ ആസ് സച്ച് എത്ര തവണയൊക്കെ അത് അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരിക്കും റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂല് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. അത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇനി നമ്മളൊരു പ്രോബബിൾ ആയിട്ട് ഈ ഒരു എക്സാമിന് ജൂൺ 2025 എക്സാമിന് പ്രോബബിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സും അത് എന്തുകൊണ്ടാണ് ആ ടോപ്പിക്സ് ഇമ്പോർട്ടന്റ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളായിരിക്കും ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷനിൽ ചെയ്യുന്നുണ്ടാവുക. ദെൻ ലാസ്റ്റ് ഒരു മോർ പ്രിഡിക്റ്റീവ് പേപ്പറും അതുപോലെ തന്നെ അതിന്റെ മോഡൽ ആൻസറും ആൻസറിംഗ് സ്കീമും കൂടെ മാർക്കിംഗ് സ്കീമും കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മെത്തഡോളജി കോൾ ഔട്ടും കൂടെ ചെയ്യുന്നുണ്ട്. മെത്തഡോളജി കോൾ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് സ്ട്രാറ്റജിക്കലി എക്സാമിന് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, പാസ് ആവാനും മാർക്ക് വാങ്ങിക്കാനും വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഹോൾ സിലബസിനെ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാനായിട്ട് എങ്ങനെ പോയാലും നമുക്ക് ഇനി പോസിബിൾ അല്ല. അപ്പൊ വളരെ കുറച്ച് സമയം കൊണ്ട് എങ്ങനെയാണ് അത് അനലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് മെത്തഡോളജി കോൾ ഔട്ട് വഴി നമ്മൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ്, ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് നമുക്ക് നോക്കാം. ഈ ബാർ ചാർട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ബ്ലോക്ക് 1 ആണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് 1 അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മുടെ ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3 ഒരു 20 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 24 ആൻഡ് ഹാഫ് 25 അടുത്ത് ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 1 എന്ന് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ബ്ലോക്ക് 2, ദെൻ ബ്ലോക്ക് 4. അങ്ങനെയാണ് അതിന്റെ ഒരു ട്രെൻഡ് നമുക്ക് കാണപ്പെടുന്നത്. ഇപ്പൊ ബ്ലോക്ക് 1 ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ആ ഒരു സെഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ന്യൂമറിക്കൽ സൊല്യൂഷൻസ് ഓഫ് ODE, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന് ന്യൂമറിക്കൽ സൊല്യൂഷൻസ് വരുന്നു. ബ്ലോക്ക് 3 ആണ് വീണ്ടും ഹയസ്റ്റ് നമ്പർ. അത് കഴിഞ്ഞിട്ടാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ന്യൂമറിക്കൽ സൊല്യൂഷൻസ് ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസും വരുന്നത്. ഓക്കെ, ഇതൊരു ഹീറ്റ് മാപ്പ് ആണ്. ഹീറ്റ് മാപ്പ് ഇൻ ദ സെൻസ് ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതൊക്കെ സൈഡിൽ നിന്നാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്നുള്ളത്.
നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. 10 ടൈംസ് അല്ലെങ്കിൽ അത്രയും ഫ്രീക്വൻസിയാണ് 10 എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നത്. യൂണിറ്റ് 4 and 5 കമ്പാരിറ്റീവ്ലി വളരെ ലോവർ ആണ്. ദെൻ ബ്ലോക്ക് 2 നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് യൂണിറ്റ്സ് ആയിട്ടുള്ള യൂണിറ്റ് 6, 7 അല്ലെങ്കിൽ ആ യൂണിറ്റ്സ് ഒക്കെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ബ്ലോക്ക് 3 എല്ലാ യൂണിറ്റ്സും ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് 8, 9, 10 എന്ന് പറയുന്നത് ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അപ്പൊ ബ്ലോക്ക് 3 ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. ബ്ലോക്ക് 1 ഫസ്റ്റ് 3 യൂണിറ്റ്സും നല്ലപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ്. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് യൂണിറ്റ് 6 and 7 ആണ് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ബ്ലോക്ക് 4 യൂണിറ്റ് 11 അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. ഈ ഹീറ്റ് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഈ സെഷൻ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ഫ്രീക്വൻസി ചാർട്ട് എന്ന് പറയുന്നത്. അപ് ടു 10% ആണ് നമ്മൾ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അത്രയും ഹയർ ഫ്രീക്വൻസി ഉള്ളതാണെന്നും മീഡിയം ഫ്രീക്വൻസി എന്ന് കാണിക്കുന്നതാണ് 6, 5 to 9 എന്നൊക്കെ പറയുന്നത് മീഡിയം ഫ്രീക്വൻസി ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് യൂണിറ്റ് സച്ച് ആസ് ബെസൽ ഫംഗ്ഷൻ, ഗ്രീൻ ഫംഗ്ഷൻ, ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ്സ് ഒക്കെ റെയർലി ആണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. പക്ഷെ ബാക്കിയെല്ലാം നല്ല ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് അത് അവിടെ അത്രയും സ്പെസിഫൈ ചെയ്ത് പറയാതിരുന്നത്. ഓക്കെ, ഇനി സിലബസ് മാപ്പിംഗ് നമുക്ക് യൂണിറ്റ്സ് ആൻഡ് ബ്ലോക്ക് വൈസ് നമുക്ക് നോക്കാം. നോക്കുമ്പോഴത്തേക്കും ഹൈ റെലവൻസ് ആയിട്ട് ഇവിടെ വരുന്നത് 11 ടൈംസ് 10 ടൈംസ് ഒക്കെ അപ്പിയർ ചെയ്തിരിക്കുന്നത് ഇനീഷ്യൽ വാല്യൂ, ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് ഒക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ പവർ സീരീസും ഫൊബീനിയസ് മെത്തേഡും. പവർ സീരീസും ഫൊബീനിയസ് മെത്തേഡിന്റെ കൂടെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം, ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് ഒക്കെയാണ് കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഹൈ റെലവൻസ് ആണുള്ളത്. പിന്നെ മീഡിയം റെലവൻസ് ഉള്ളത്, മീഡിയം എന്ന് പറഞ്ഞാലും 8 തവണയൊക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ഫംഗ്ഷന്റെ ആയിട്ടുള്ള ലാഗർ, ഹെർമൈറ്റ്, ലെജൻഡർ, ഈ 3 ഫംഗ്ഷൻസും നല്ലപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരിക്കുന്ന പോളിനോമിയൽസ് ആണ്. ഇതിന് ഫംഗ്ഷൻസിൽ പോളിനോമിയൽസ് ആണ് കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത്. പിന്നുള്ളത് നമ്മുടെ ബെസൽ ഫംഗ്ഷൻ, ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ, ഫൂറിയർ ട്രാൻസ്ഫോർമേഷൻ, അതും അത്യാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഗ്രീൻ ഫംഗ്ഷൻ മെത്തേഡ് ഒക്കെ വളരെ ലോ ആണ്, പക്ഷെ എന്നാൽ ഒരു 3 തവണയൊക്കെ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഹൈ ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മുടെ റങ്കുട്ട മെത്തേഡ് ആണ്. സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റങ്കുട്ട മെത്തേഡ് ഉണ്ട്. അതും ടൈലർ സീരീസ് ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. അതായത് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ടുള്ള ഇത് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ മീഡിയം ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മളുടെ മൾട്ടി സ്റ്റെപ്പ് പ്രെഡിക്റ്റർ കറക്റ്റർ മെത്തേഡും പിന്നെ അതുപോലെ തന്നെ പാരാബോളിക്, ഹൈപ്പർബോളിക് ഇക്വേഷൻസിന്റെ ആ ഇക്വേഷൻസിന്റെ ഒക്കെയാണ് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫൈനൈറ്റ് എലമെന്റ് ഗാർലൻഡ് മെത്തേഡ്, അതുപോലെ തന്നെ ഫൈനൈറ്റ് ഡിഫറൻഷ്യേറ്റിംഗ്, ഇതൊക്കെ വളരെ ലോ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 2 പ്രാവശ്യം 1 പ്രാവശ്യം ഒക്കെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ഹൈൻഡ് ആയിട്ടുള്ള ടോപ്പ് 3 ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റങ്കുട്ട ആൻഡ് ടൈലർ മെത്തേഡ്, ടൈലർ സീരീസ് മെത്തേഡ് ആണ്. ഫ്രീക്വന്റ്ലി ഇത് ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്തത് ഇനീഷ്യൽ വാല്യൂ ആൻഡ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. നമ്മുടെ ഈ പേപ്പറിന്റെ കോർ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കോർ അണ്ടർസ്റ്റാൻഡിങ്ങിന് ബേസ് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ പല പ്രാവശ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഓഫൻ ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇനീഷ്യൽ ഓർ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത്. പിന്നെ പവർ സീരീസ് ആൻഡ് ഫൊബീനിയസ് മെത്തേഡ്, ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫംഗ്ഷൻ തിയറി, ഇതിലൊക്കെ ചോദിച്ചിരിക്കുന്നതാണ് ഇത്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 എന്ന് വരുന്നതാണ് പവർ സീരീസ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ. റിങ്കുട്ട മെത്തേഡ് എന്ന് പറയുന്നത് ഏതാ? ബ്ലോക്ക് 3 യൂണിറ്റ് 8 വരുന്നതാണ്. പിന്നെ ഇനീഷ്യൽ വാല്യൂ ഓർ ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം കൺസെപ്ച്വൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് 4 to 6 മാർക്സ് വരുന്നത് എങ്ങനെയാണ്? അതൊരു 8-10 തവണയൊക്കെ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിനൊരു 60 to 120 വേർഡ്സ്. ഞാൻ വേർഡ് കൗണ്ട് അധികം എടുത്തു പറയാത്തത് നമ്മൾ മാത്തമാറ്റിക്കൽ മെത്തേഡ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് വേർഡ് കൗണ്ട് എടുത്തു പറയാത്തത്. ഇതും വേർഡ് കൗണ്ടും നിങ്ങൾക്ക് നോക്കാം. ഇപ്പൊ തിയറംസ് ഒക്കെ എഴുതുമ്പോൾ വേർഡ് കൗണ്ട് നോക്കുന്നത് ഒരു നല്ല കാര്യമാണ്. പിന്നെ ഷോർട്ട് പ്രൂഫ്സ് ഓർ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് 2 മാർക്സിനൊക്കെ ചോദിക്കുന്നതാണ്. നമ്മുടെ 5th 1 ക്വസ്റ്റ്യൻ നമ്പർ 5 ടൈംസ് ഒക്കെ അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1 വരുന്നതാണ് ഈ ഷോർട്ട് പ്രൂഫ്സ് അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് 25 to 40 വേർഡ്സ് ഒക്കെ മതി അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ലോങ് അനലിറ്റിക്കൽ പ്രോബ്ലം 6 to 8 മാർക്സിന്റെ അത് 120 to 180 വേർഡ്സ് ആണ്. അത് 1-2 പ്രാവശ്യമൊക്കെ പേപ്പറിൽ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്.
പിന്നെ ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 1 to 2 മാർക്സിന്റെ 10 to 20 വേർഡ്സ് ആണ് വേർഡ് ലിമിറ്റ് വരുന്നത്. 3 to 4 ടൈംസ് അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ദെൻ തിയററ്റിക്കൽ എസ്സേ ഓർ ഷോർട്ട് എസ്സേ 4 to 6 മാർക്സ് 80 to 120 2 to 3 ടൈംസ് ഒക്കെ അത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഓരോന്ന് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കൺസെപ്ച്വൽ ഓർ ന്യൂമറിക്കൽ പ്രോഗ്രാം ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള എബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൺസെപ്ച്വൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലമോ ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലമോ ഒക്കെ തന്നിട്ട് കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ് സ്റ്റെപ്പ് വൈസ് നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് കൺസെപ്ച്വൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് വരാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് 4 to 6 മാർക്സ് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ഒരുപാട് സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞിട്ടേ ആൻസർ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പീറ്റഡ് ആയിട്ട് ഇതുപോലത്തെ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഇതിന് ടൈം കൃത്യമായിട്ട് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈമിനകത്തത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ 6 മാർക്സേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ചെറിയ പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യരുത്. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണെങ്കിലും ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ആണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് ന്യൂമറിക്കൽ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും ഡിഫറൻഷ്യൽ ഇക്വേഷനെ ബേസ് ചെയ്ത് വരുമ്പോഴത്തേക്കും സ്റ്റെപ്സ് കൂടുതലായിരിക്കും. ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു 6 മാർക്സ് ഒക്കെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഒരുപാട് സ്റ്റെപ്സ് എഴുതേണ്ടതായിട്ടുണ്ട്. കൺസൈസ് ആയിട്ട് എഴുതാനായിട്ട് നോക്കുക. ഫൈനൽ ആൻസർ ബോക്സ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. അതും നല്ലൊരു കാര്യമാണ്. ഇനി ഷോർട്ട് പ്രൂഫ്സ് ഓർ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളോട് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് തന്നിട്ട് അത് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കുന്നതാണ് മെയിൻലി ഷോർട്ട് പ്രൂഫ്സ് ഓർ ജസ്റ്റിഫിക്കേഷൻ. നമ്മുടെ കമ്പൽസറി ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 1 പൊതുവെ ഇത് കണ്ടിരിക്കുന്നത്. അതിനൊരു 2 മാർക്സ് ഒക്കെയാണ് വരുന്നത്. വളരെ ബ്രീഫ് ആയിട്ട് അല്ലെങ്കിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള രീതിയിൽ വേണ്ട കാര്യങ്ങൾ മാത്രം എഴുതി കൺസൈസ് ആയിട്ട് നിങ്ങളുടെ ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കണം. ഇതിൽ നിങ്ങളുടെ പ്രിസിഷൻ, ക്ലാരിറ്റി, കറക്റ്റ്നെസ്, അതുപോലെ തന്നെ കൺസെപ്ച്വൽ ആയിട്ടുള്ള ഐഡിയ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുനിന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി ലോങ് അനലിറ്റിക്കൽ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഫുൾ ലെങ്ത് ഡെറിവേഷൻ, എക്സ്പ്ലനേഷൻ ഇതൊക്കെയാണ് വേണ്ടത്. അത് കുറച്ച് കോംപ്ലക്സ് ആണ്. മൾട്ടിപ്പിൾ സ്റ്റെപ്സും മൾട്ടിപ്പിൾ കൺസെപ്റ്റ്സ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതിനൊരു 6 to 8 മാർക്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡയഗ്രാംസോ സെക്ഷൻസോ അല്ലെങ്കിൽ സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള ലോജിക്സോ, ഡയഗ്രാംസിനേക്കാൾ കൂടുതൽ സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള ഏതെങ്കിലും ലോജിക്സ് ഉണ്ടെങ്കിൽ സൈഡിൽ എഴുതി വെക്കുന്നതും നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഫോർമുല ബേസ്ഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അത് എന്ന് പറയുന്നത് കോമൺലി ഏതെങ്കിലും ഒരു വലിയ ക്വസ്റ്റിന്റെ സബ് പാർട്ട് ആയിട്ട് ചോദിക്കുന്ന, ഒരു ലാർജർ ക്വസ്റ്റിന്റെ സബ് പാർട്ട് ആയിട്ട് ചോദിക്കുന്നതാണ്. അതിന് 1-2 ലൈൻ എക്സ്പ്ലനേഷൻ മതി. അത്രയും കാര്യങ്ങളും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ തന്നെ ഇറ്റ് ഇസ് ഓക്കെ ആണ്. ഇനി എങ്ങനെയാ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? ബ്ലോക്ക് 1 നിന്ന് ആവറേജ് ക്വസ്റ്റ്യൻസ്, ആവറേജ് മാർക്ക് ലാസ്റ്റ് 5 സെഷൻസിൽ നമ്മൾ നോക്കുമ്പോൾ 23 ആണ് നമുക്ക് ആവറേജ് മാർക്ക്. അതായത് 23% ഓഫ് 100 മാർക്സിന്റെ പേപ്പർ ആണെന്നാണ് അനലൈസ് ചെയ്യുന്നത് കേട്ടോ നമ്മള്. ഇപ്പൊ 23% ബ്ലോക്ക് 1 നിന്നാണ് വരുന്നത്. ബ്ലോക്ക് 3 നിന്ന് 21%. അപ്പൊ ഇത് രണ്ടും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ ബ്ലോക്ക് 2 ബ്ലോക്ക് 3 എന്ന് പറയുന്നത് 16%, 11% ആണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അല്ലാത്ത ക്വസ്റ്റ്യൻസ് മിക്സ്ഡ് ആയിട്ട് വരുന്നത്, അതായത് എല്ലാ ബ്ലോക്കിനും മിക്സ്ഡ് ആയിട്ടൊക്കെ വരുന്നത് 29% മിക്സ്ഡ് ആയിട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് എല്ലാ ബ്ലോക്കും നിങ്ങൾ ഒന്ന് കവർ ചെയ്യണം. ബട്ട് ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 3യും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒരു ഗ്രാഫിക്കൽ അനാലിസിസ് ആണ്. ഇപ്പൊ ഗ്രാഫിക്കൽ അനാലിസിസിൽ നോക്കിക്കഴിഞ്ഞാൽ കൺസെപ്ച്വൽ ഓർ ന്യൂമറിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2022 നിന്ന് 2023 വന്നപ്പോൾ ഒരു ചെറിയ ഡിക്ലൈൻ ഉണ്ട്. പിന്നെ അതിനുശേഷം 2024 ആയപ്പോഴത്തേക്കും ഒരു ഷാർപ്പ് ഇൻക്രീസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് പ്രൂഫ്സ് ഓർ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് 2023 ആയപ്പോഴത്തേക്കും അതിനൊരു
ഷാർപ്പ് ഇൻക്രീസും പിന്നെ അത് കുറഞ്ഞു വരിക ചെയ്യുന്നത്. ലാസ്റ്റ് ഈ 2 ഇയർ 2023 2024 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്ലി സെയിം ആയിട്ടുള്ള നമ്പർ ഓഫ് ടൈപ്സ് ആണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് എല്ലാത്തിനും വരുന്നത്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ ടാസ്ക് റിമെയിൻ ദ ബാക്ക് ബോൺ ഓഫ് ദ പേപ്പർ. അതില്ലാതെ പേപ്പർ ഉണ്ടാവില്ല. 2022 മുതൽ ന്യൂമറിക്കൽ പ്രോബ്ലംസും കമ്പ്യൂട്ടേഷണൽ ടാസ്ക്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഒരു മേജർ ഷെയർ തന്നെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഷോർട്ട് പ്രൂഫ്സ് അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ അപ്പൊ അത്രയും 5 മാർക്സിന്റെ റിഫ്ലക്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ലോങ് ആൻസർ പ്രോബ്ലംസ് നമ്മുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫോർമുലാസും ഈ ലാഗർ പോളിനോമിയല്, നമ്മുടെ ലെജൻഡർ പോളിനോമിയല്, ഹെർമൈറ്റ് പോളിനോമിയല്, ഇതിന്റെയൊക്കെ ടാസ്ക്സ് വരുന്ന ക്വസ്റ്റ്യൻസും സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിംഗും ഒക്കെ ഈ ഒരു സെഷനിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു പേപ്പറിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ആദ്യമേ തന്നെ പറയാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തതായിരിക്കില്ല നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. എക്സാം സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക്കലി നല്ല പോലെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം എക്സാമിന് ഇരിക്കാനായിട്ട്. അതായത് എങ്ങനെ പോയി കഴിഞ്ഞാലും 6 മാർക്സ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, 4 മാർക്സ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, നമ്മൾ നോർമലി പറയുന്നത് പോലെയല്ല. ഒരുപാട് സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. നിങ്ങളൊരു എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പല സ്റ്റെപ്സും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇന്റർമീഡിയറ്റ് സ്റ്റെപ്സ് ഒന്നും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു കേസിൽ എല്ലാ സ്റ്റെപ്സും നിങ്ങൾ എഴുതി വരുമ്പോഴത്തേക്കും യു വിൽ ബി ടേക്കിംഗ് മോർ ടൈം ഓൺ എ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. അങ്ങനെ വരുമ്പോൾ അവസാനം വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സമയം ഒട്ടും ഇല്ലാതായിട്ട് വരും. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് എത്തുമ്പോൾ സ്റ്റക്ക് ആവും. ഉള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ് പഠിക്കേണ്ടത്. നിങ്ങൾ എഴുതാൻ പോകുന്നത് ഒരു 3 മണിക്കൂറിന്റെ 120 മിനിറ്റ്സ് ഉള്ള 180 മിനിറ്റ്സ് ഉള്ള 3 മണിക്കൂറിന്റെ ഒരു 100 മാർക്സ് പേപ്പർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്പിയർ ചെയ്യുന്നുണ്ടാവുക? കൺസെപ്ച്വൽ ഓർ ന്യൂമറിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നിങ്ങൾ അപ്പിയർ ചെയ്യുന്നുണ്ടാവുക. അത് ആദ്യം അപ്പിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ആ ഏരിയയിലായിരിക്കും. അതായത് 45% 100 മാർക്സിന്റെ പേപ്പർ ആണെങ്കിൽ 45 മാർക്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഓൾമോസ്റ്റ് നമ്മളിപ്പം 40% ആണ് നമുക്ക് ജയിക്കാന്ന് പറയാന്നുണ്ടെങ്കിൽ മോർ ദാൻ പാസബിൾ മാർക്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ നിന്നാണ്. അതാദ്യമേ നല്ല രീതിക്ക് മനസ്സിലാക്കിയിട്ട് സമയം കുറച്ചധികം തന്നെ എടുത്ത് അത് സോൾവ് ചെയ്യാനായിട്ട് ഇതാക്കാം. ഇവിടെ 75 മിനിറ്റ്സ് എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും 70 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്ത് 5 മിനിറ്റ്സിൽ നിങ്ങൾ അതൊന്ന് ഓവറോൾ നോക്കി കഴിഞ്ഞാൽ യുവർ വർക്ക് വിൽ ബി വെരി നീറ്റ്. ഓക്കെ. പിന്നെ ഷോർട്ട് പ്രൂഫ്സ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ, അത് ക്വസ്റ്റ്യൻ നമ്പർ 1 ഓൾമോസ്റ്റ് വരുന്നതാണ്. 18 മാർക്സ് ആണ് അതിന് വരിക. ഇപ്പൊ 100 മാർക്സ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ 100 മാർക്സ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ എടുത്തെടുത്ത് പറയാണ്. ഓരോ പേപ്പറിനും ഓരോ വെയിറ്റേജ് ആണല്ലോ. ഇപ്പൊ സ്റ്റിൽ നമ്മളൊരു ഓവറോൾ ഐഡിയ എന്നുള്ള രീതിയിലാണ് 100 മാർക്സ് പേപ്പർ പറയുന്നത്. 18% അതിലാണ്. അപ്പൊ അതിനൊരു 30 മിനിറ്റ്സ് കൊടുക്കുക. എന്തിനാണ്? നിങ്ങൾക്ക് ആദ്യം കൺസെപ്റ്റ് മനസ്സിലാക്കാനും അത് ജസ്റ്റിഫൈ ചെയ്യാനും പ്രൂഫ് എഴുതാനും. ആലോചിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമല്ല ഇത്. ജസ്റ്റ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. ആലോചിച്ച് അതൊന്ന് സ്ട്രക്ചർ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടുള്ള സമയം മാത്രമേ ഉള്ളൂ. കൂടുതൽ തവണ ഇരുന്ന് ആലോചിച്ച് അതിൽ സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഇതിലില്ല, എക്സാമിന് ഇല്ല. ഓക്കെ. ഇനി ലോങ് അനലിറ്റിക്കൽ പ്രോബ്ലംസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സ്ട്രക്ചർ വേണം. ആദ്യം എഴുതുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആദ്യം തന്നെ വരിക. ഇപ്പൊ ഹെർമൈറ്റോ ലാഗറോ തുടങ്ങിയ എന്തെങ്കിലും പോളിനോമിയൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ആ പോളിനോമിയലിന്റെ ആ എക്സ്പാൻഷൻ അങ്ങ് എഴുതി വെച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയല്ല. എവിടെ നിന്നാണ് അത് തുടങ്ങേണ്ടത്, എവിടേക്കാണ് അത് അവസാനിപ്പിക്കേണ്ടത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് സൈഡിൽ എഴുതി വെച്ചോളൂ. എന്നാലും കുഴപ്പമില്ല. സൈഡിൽ അത് എഴുതി വെച്ചിട്ട് ആ ഒരു സ്റ്റെപ്സ് നല്ലപോലെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ. ഇനി ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ളത് വരികയാണെങ്കിൽ 10 to 12 മിനിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്യാം. ഡോണ്ട് ഓവർ തിങ്ക്, റെസ്പോണ്ട് ഡയറക്ട്ലി ആൻഡ് മൂവ് ഓൺ. ഇതിന് നിങ്ങൾ കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ അത് ശരിയാണോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത്രയും സമയം നിങ്ങൾക്ക് അവിടെ പാഴാക്കാവുന്നേ ഉള്ളൂ. ഇവിടെ 9 മാർക്സ് കിട്ടുന്നുള്ളൂ. അവിടെ നിങ്ങൾ എത്ര ആലോചിച്ച് ശരിയാക്കി കഴിഞ്ഞാലും 1 മാർക്കേ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ 2 മാർക്കേ കിട്ടുന്നുള്ളൂ. ഈ 2 മാർക്കിന് വേണ്ടി നിങ്ങൾ കളയുന്ന സമയം ബാക്കിയുള്ളതിന് നിങ്ങൾക്ക് എഫക്ട് ചെയ്യും. ഓക്കെ. പിന്നെ അടുത്തത് ഒരു 20 to 25 മിനിറ്റ്സ് എറർ ചെക്കിങ്, അതുപോലെ തന്നെ ബഫറിങ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 20 to 25 മിനിറ്റ്സ് റിവ്യൂ ടൈം എന്തായാലും ഇട്ട് വെക്കണം. അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്സ് എങ്കിലും വെക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിലേ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലീവ് ഇറ്റ് ദെൻ ആൻഡ് ഗോ ഫോർ ദി അതർ ക്വസ്റ്റ്യൻ. ഓക്കെ. നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കേണ്ട സമയത്തിനെയാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ സ്പെൻഡ് ചെയ്യുന്നത് വഴി എന്താ പറയാ
നശിപ്പിക്കുന്നത്. അപ്പൊ അത് ചെയ്യരുത്. നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ റൈറ്റ് ഇറ്റ് സംവെയർ, അത് എഴുതി പിന്നെ തിരിച്ചു വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാന്ന് നോക്കാം. യൂസിംഗ് റങ്കുക്കുട്ട ഫോർത്ത് ഓർഡർ മെത്തേഡ് ഫൈൻഡ് ദ y of x at a specific point in a given initial value problem 9 times അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ദ പവർ സീരീസ് ഓർ ഹൊബിനിയസ് സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അറ്റ് എ ഗിവൺ പോയിന്റ്. ഒരു പവർ സീരീസ് തന്നിട്ടുണ്ടാവും, അതൊരു പെർട്ടിക്കുലർ പോയിന്റിൽ കണ്ടുപിടിക്കാൻ പറയുന്നതാണ്. ഷോ ദ ലിച്ച് കണ്ടീഷൻ is satisfied for a given function or a initial value problem. 8 തവണ അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. Construct the Green's function for a specific boundary value problem and use it to solve the boundary value problem. ആ boundary value problem സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. Using the Milne's predictor corrector method or Adams Pashput method, solve an initial value problem for y of x. അത് 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. Apply Laplace transformation or inverse to solve a given ordinary differential equation or partial differential equation. Find the Fourier transform or Fourier cosine or sine transformation of a given function. 7 times, 8 times ഒക്കെ അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. Using the finite difference method, solve a boundary value problem for a PDE or ODE. Show and prove the property of Legendre, Hermite, Laguerre polynomial using Rodriguez formula or generating functions. Rodriguez formula അല്ലെങ്കിൽ generating functions. ഈ ഓർന്നൊക്കെ ഇട്ടിരിക്കുന്നത് ഷോ ദ പ്രോപ്പർട്ടി ഓഫ് ലെജൻഡർ പോളിനോമിയൽ എന്നോ ഷോ ദ പ്രോപ്പർട്ടി ഓഫ് ദ ഹെർമൈറ്റ് പോളിനോമിയൽ എന്നോ അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് അത് ഇവിടെ ക്വസ്റ്റ്യനിൽ. അങ്ങനെ ടോട്ടൽ 6 തവണയൊക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ദ സ്റ്റെബിലിറ്റി ഓഫ് എ ന്യൂമറിക്കൽ മെത്തേഡ് വയ വോൺ ന്യൂമൻസ് മെത്തേഡ് 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ ഒന്ന് നമ്മളൊരു ബോക്സിലേക്ക് ഫ്രീക്വൻസി ടേബിളിലേക്ക് ആക്കിയതാണ്. റങ്കുക്കുട്ട മെത്തേഡ് ഫോർത്ത് ഓർഡർ എന്ന് പറയുന്നത് 9 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ആവറേജ് 5.2 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PG ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ഹൊബിനിയസ് സൊല്യൂഷനും പവർ സീരീസും നമുക്ക് 5.3 ആവറേജ് മാർക്സ്, അതായത് 9 ടൈംസ് അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റങ്കുക്കുട്ടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ആവറേജ് മാർക്സ് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇതിനാണ്, പവർ സീരീസ് അല്ലെങ്കിൽ ഹൊബിനിയസ് മെത്തേഡ് എന്നാണ്. പിന്നെ ലിച്ച് കണ്ടീഷൻ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് 2 മാർക്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ളൂ. പിന്നെ ഗ്രീൻസ് ഫംഗ്ഷൻ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ഗ്രീൻ ഫംഗ്ഷന്റെ ആണെങ്കിൽ 5.1. പിന്നെ അതുപോലെ തന്നെ പ്രെഡിക്റ്റർ കറക്റ്റർ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ 5 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് 5.2 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ദെൻ ഫൈനൈറ്റ് ഡിഫറൻസസ് ഓഫ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം, അത് കഴിഞ്ഞിട്ട് ഫൊറിയർ ട്രാൻസ്ഫോർമേഷൻ, സ്റ്റെബിലിറ്റി ഓഫ് വോൺ ന്യൂമൻ മെത്തേഡ്, പ്രോപ്പർട്ടീസ് ഓഫ് സ്പെഷ്യൽ പോളിനോമിയൽസ്, ലെജൻഡർ പോളിനോമിയൽസിന്റെ ഒക്കെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബോക്സ് ആക്കിയിട്ട് വെച്ചു എന്നല്ലോ. അപ്പൊ നോക്കുമ്പോഴത്തേക്കും 65% ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. 35% മാത്രമേ അത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളൂ. നമ്മുടെ ജൂൺ 2020 തൊട്ട് ഡിസംബർ 2024 വരെയുള്ള ക്വസ്റ്റ്യന്റെ അനാലിസിസ് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഇപ്പൊ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പാസ് ആവുക എന്നുള്ളതിനപ്പുറം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. അപ്പൊ ടോപ്പിക് പ്രോബബിലിറ്റിയിൽ വരുന്ന 85% ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലവും നമ്മുടെ ഹൊബിനിയസ് മെത്തേഡ് ഒക്കെ വരുന്നത് 85% വരാൻ ചാൻസ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ 6 പേപ്പേഴ്സ് നമ്മൾ നോക്കിയതിൽ 5 പേപ്പറിലും ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. പവർ സീരീസിന്റെ ആണെന്നുണ്ടെങ്കിൽ ആസ്ക്ഡ് ഇൻ എവറി സെഷൻ ബട്ട് വൺ ടൈം എവറി സെഷനിൽ ഇപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അടുത്ത പെർസെന്റേജ് കൂടുതലുള്ളത് നമ്മുടെ ലെജൻഡർ, ഹെർമൈറ്റ്, ലാഗർ പോളിനോമിയൽസ് ആണ്. അത് 70% ആണ്. അതിലും ഹൈ പ്രിഫറൻസ് തന്നെയാണുള്ളത്. പോളിനോമിയൽസ് ലാസ്റ്റ് 5 പേപ്പറിൽ 4 തവണ അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എല്ലാ ടെർമിനലിലും കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ കൺസിസ്റ്റന്റ് ഇൻ ഓൾ ബട്ട് ഓൺ വൺ ടെർമിനൽ എക്സാമിനേഷനിലാണ് കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഫൊറിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്സും ഹൈ ആണ്. റെഗുലർലി ഓഫൺ ആയിട്ട് മേജർ പാർട്ടൊക്കെ ആയിട്ട് ഫൊറിയർ ട്രാൻസ്ഫോർമേഷൻ ചോദിച്ചിട്ടുണ്ട്.
പിന്നെ റെങ്കോക്കുട്ട മെത്തേഡ് എന്ന് പറയുന്നത് എവറി പേപ്പറിൽ മൾട്ടി വേരിയൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 95% ആണ് അതിന്റെ ചാൻസ് ഉള്ളത്. പിന്നെ അടുത്തത് മീഡിയം പ്രോബബിലിറ്റി വരുന്ന ഗ്രീൻസ് ഫംഗ്ഷനും നമ്മുടെ മൾട്ടി സ്റ്റെപ്പ് പ്രെഡിക്റ്റർ കറക്റ്റർ മെത്തേഡ് അതൊരു 3 ടൈംസ് അല്ലെങ്കിൽ 2 to 3 ടൈംസ് ഒക്കെ കൺസ്ട്രക്റ്റീവ് ആയിട്ടൊക്കെ നമുക്കത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ലോ ആയിട്ടുള്ളത് ഫൈനൈറ്റ് ഡിഫറൻസും ഷൂട്ടിംഗ് മെത്തേഡ് ഒക്കെയാണ്. പിന്നെ എലിപ്റ്റിക് പാരബോളിക് ഹൈപ്പർബോളിക് ആയിട്ടുള്ള അതിന്റെ സ്റ്റാൻഡ് അലോൺ ആയിട്ടോ അല്ലെങ്കിൽ കോമ്പിനേഷൻ ആയിട്ടോ ഒക്കെ അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ ഫൈനൈറ്റ് എലമെന്റിന്റെ ആ മെത്തേഡൊക്കെ റെയർ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു 15% ചാൻസ് അതിനും നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ അതും ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇതൊരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ തന്നെ ഈ ടോപ്പിക്സിന്റെ ഒക്കെ ഒരു ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ്. അപ്പൊ 95% ചാൻസ് ഉള്ളത് ഏതിനാണ്? റങ്കുകുട്ട അല്ലെങ്കിൽ ടൈലർ മെത്തേഡ് ആണ്. പിന്നെ ഇനീഷ്യൽ വാല്യൂ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം, പിന്നെ പവർ സീരീസ് ഓർ ഫൊബിനിയസ് മെത്തേഡ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പെഷ്യൽ പോളിനോമിയൽസ് ലാഗർ ഹെർമൈറ്റ് ലെജൻഡർ പോളിനോമിയൽസ് ഒക്കെ അതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ കൊറിയർ ട്രാൻസ്ഫോർമേഷൻ ഒരു 75% ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊക്കെ ഉള്ളത് മീഡിയം പ്രോബബിലിറ്റി ലോ പ്രോബബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ പഠിക്കേണ്ടത് റെങ്കോക്കുട്ട മെത്തേഡ്, ടൈലർ സീരീസ് മെത്തേഡ് ആണ്. പ്രാക്ടീസ് ഡൈവേഴ്സ് IVPs ആൻഡ് ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ എസ്പെഷ്യലി വിത്ത് ടൈം ലിമിറ്റ്സ്. അതാണ് ഞാൻ എടുത്തെടുത്ത് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. റെങ്കോക്കുട്ട മെത്തേഡ് ചെയ്യാൻ അറിയാത്തതായിരിക്കില്ല നിങ്ങളുടെ പ്രോബ്ലം. അത് ചെയ്ത് ആൻസറിലേക്ക് എത്താനായിട്ട് ഒരുപാട് സമയം പിടിക്കും. സമയത്തിനകത്ത് നിന്ന് ഒരു പെർട്ടിക്കുലർ ടൈമിനകത്ത് നിന്ന് ചെയ്യാനായിട്ട് പഠിക്കണം. അതിനെ ചെയ്ത് പഠിക്കുന്നേ പറ്റുള്ളൂ. ഇനി ഇനീഷ്യൽ വാല്യൂ ഓർ ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസും പവർ സീരീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ സൊല്യൂഷൻസ് റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പകുതി വെച്ച് നിർത്തല്ല. ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞ് ഇതിന്റെ സൊല്യൂഷൻ എനിക്ക് അറിയാം അല്ല, ഫുൾ ആയിട്ട് ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്ക് അതിനൊരു എന്താ പറയാ എക്സാം എഴുതുമ്പോൾ ആ ഒരു ഫ്ലോ കിട്ടത്തുള്ളൂ. ഇനി ലാപ്ലേസ് ആൻഡ് ഫൊറിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലാഷ് കാർഡ്സ് ഫോർമുലാസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ഇത് അപ്ലിക്കേഷൻ ലെവലിലും ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഡയറക്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ മൾട്ടി സ്റ്റെപ്പ് ഓർ പ്രെഡിക്റ്റർ കറക്റ്റർ മെത്തേഡ് എന്നൊക്കെ പറയുന്നത് ഓൾട്ടർനേറ്റ്, അതായത് അൽഗരിതംസ് അല്ലെങ്കിൽ നമ്മുടെ ഡെറിവേഷൻസ് ഫുൾ സൊല്യൂഷൻസ് ഒക്കെ അങ്ങനെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ ബെസൽ ഫംഗ്ഷൻ, ഗ്രീൻ ഫംഗ്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൾട്ടി സ്റ്റെപ്പ് മെത്തേഡിൽ ഫിസിക്കൽ ഇന്റർപ്രിറ്റേഷൻസ് ആയിട്ട് നിങ്ങളതും നോക്കുന്നത്. അത് ഫിസിക്കൽ ഇന്റർപ്രിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ അപ്ലിക്കേഷൻ ലെവലായിട്ടൊക്കെ ചോദിക്കുന്നതാണ്. അതും ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഫൈനൈറ്റ് ഡിഫറൻസസും ഷൂട്ടിംഗ് മെത്തേഡ്സും നമ്മുടെ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ കുറച്ച് എക്സാമ്പിൾസ് സോൾവ് ചെയ്യുന്നത് അതിനും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഫൈനൈറ്റ് ആൻഡ് സാക്ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത് റിവ്യൂ ബേസിക് ഡെഫിനിഷൻസ് ഓർ 1 to 2 സാമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്താൽ അതാണ്. പിന്നെ ഈ അല്ലാത്ത ടോപ്പിക് എല്ലാത്തിന്റെയും സമ്മറി എങ്കിലും വായിച്ചു വെക്കുക. കുറെ സമയം അതിന് ഇൻവെസ്റ്റ് ചെയ്യണ്ട, പക്ഷെ കുറച്ച് സമ്മറി എങ്കിലും വായിച്ചു വെക്കുക. എങ്കിലല്ലേ അതിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, 2 hours പേപ്പർ ആണ്. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 50 ആണ് നിങ്ങൾക്ക് ഇതിന് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. അറ്റംപ്റ്റ് എനി 4 questions ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 2 to 7. അതായത് 2 to 7 നിന്ന് നിങ്ങൾ ആകെ കൂടെ അറ്റൻഡ് ചെയ്യേണ്ടത് 4 ക്വസ്റ്റ്യൻ ആണ്. സയന്റിഫിക് കാൽക്കുലേറ്റർ, നോൺ പ്രോഗ്രാമബിൾ ആയിട്ടുള്ള സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാവുന്നതാണ് ഇതിന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ജസ്റ്റിഫൈ യുവർ ആൻസർ വിത്ത് എ ഷോർട്ട് പ്രൂഫ് ഓർ എ കൗണ്ടർ എക്സാമ്പിൾ. നോ മാർക്സ് ആർ അവോർഡഡ് ഫോർ എ ക്വസ്റ്റ്യൻ വിത്തൗട്ട് ജസ്റ്റിഫിക്കേഷൻ. ജസ്റ്റിഫിക്കേഷൻ ഇല്ലാത്ത ഒരെണ്ണത്തിനും മാർക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ ജസ്റ്റിഫിക്കേഷൻ നിർബന്ധമാണ്. So the initial value problem y dash is equal to x square y plus sin x, y of 0 is equal to 1, has a unique solution on an interval x is equal to 0. x is equal to 0 മാത്രമേ ഉള്ളൂ. ടൈപ്പ് എറർ വന്നിരിക്കുന്നതാണ്. x is equal to 0 അതിന്റെ ആ ഇന്റർവെല്ലിൽ ഇനീഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ട്രൂ ഓർ ഫോൾസ് പറയണം. ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം. എടുത്തു പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നോ മാർക്സ് ആർ അവോർഡഡ് ഫോർ എ ക്വസ്റ്റ്യൻ വിത്തൗട്ട് ജസ്റ്റിഫിക്കേഷൻ. ഇനി പവർ സീരീസ് സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് പ്ലസ് y is equal to 0 about x is equal to 0 contains only even powers of x. ഈവൻ പവേഴ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അത് സോൾവ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക ഈവൻ പവേഴ്സ് ആണോ ഓഡ് പവേഴ്സ് ആണോ മിക്സ്ഡ് പവേഴ്സ് ആണോ വരുന്നത് എന്നുള്ളത്. ഇനി ഫോർ എ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദ റെങ്കോക്കുട്ട മെത്തഡ് ഫോർ ദ ഫോർത്ത് ഓർഡർ ഇസ് ഓൾവേസ് മോർ സ്റ്റേബിൾ ദാൻ ദ സെക്കൻഡ് ഓർഡർ ടൈലർ സീരീസ് മെത്തേഡ്. ഇതിന്റെ രണ്ടിനെയും കമ്പാരിസൺ ആണ് ചോദിക്കുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി ഫൊറിയർ സൈൻ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ഓഡ് ഫംഗ്ഷൻ ഇസ് ഓൾവേസ് റിയൽ വാല്യൂ. റിയൽ വാല്യൂഡ് ആണോ ഇനി അത് ഇമാജിനറി ആയിരിക്കും അതിന്റെ സൊല്യൂഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ ട്രൂ ഓർ ഫോൾസിൽ വരുന്നത്. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ ഇ റേസ് ടു 3t ഇസ് s by s minus 3 the whole cube.
ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എഴുതുക, എന്നിട്ട് ഇതാണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ യൂസിംഗ് ദ Frobenius മെത്തഡ് ഫോർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ x square y double dash plus 3xy dash plus x square minus 4 into y is equal to 0. About x is equal to 0. Carry up the solution to the first 3 non-zero terms. ഫസ്റ്റ് 3 non-zero terms വരെ കണ്ടുപിടിക്കുക. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി അതിന്റെ തന്നെ നെക്സ്റ്റ് പാർട്ട് വരുന്നത് if Pn of x is a Legendre polynomial for nth degree, show that integral -1 to 1 x square p2 of x dx is equal to 0. അതിന് 4 മാർക്സ് ആണ്. അപ്പൊ ഇതിന് ടോട്ടൽ വരുന്നത് 10 മാർക്സ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ യൂസിംഗ് ദ റങ്കുകുട്ട ഫോർത്ത് ഓർഡർ മെത്തേഡ്. അതിന്റെ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് h is equal to 0.2. കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് y of 0.4 ഫോർ ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. y dash is equal to x square x minus y square y of 0 is equal to 1. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്ക് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റങ്കുകുട്ട ഫോർത്ത് ഓർഡർ ആ ചെയ്യേണ്ടത്. ഒരുപാട് ചെയ്യാനുണ്ട്, പക്ഷെ 6 മാർക്സേ കിട്ടത്തുള്ളൂ. അത് നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യണം. സ്റ്റെപ്പ് സൈസ് 0.2 ആണ്. 0.2 ഇട്ടിട്ട് ചെയ്യുമ്പോൾ ഒരു എന്താ പറയാ പ്രസൻസ് ഓഫ് മൈൻഡിൽ ഇരുന്നിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. ഓക്കെ. കിട്ടിക്കഴിഞ്ഞാൽ 6 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി യൂസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ടു സോൾവ് ദ ഫോളോയിങ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. y double dash plus 2y dash plus 5y is equal to 0. y of 0 is equal to 0. y dash of 0 is equal to 2. ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 4 മാർക്സ് ആണ്. അതിനും അത്യാവശ്യം നല്ലപോലെ സ്റ്റെപ്സ് ചെയ്യാനുണ്ട്. 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് നേരത്തെ കഴിഞ്ഞത്. ഇനി കൺസ്ട്രക്ട് ദ ഗ്രീൻ ഫംഗ്ഷൻ ഫോർ ദ boundary value problem. y double dash of x is equal to cos x. x between 0 to pi. y of 0 is equal to y of pi is equal to 0. Okay. അത് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. Find the Fourier cosine transformation of the function f of x is equal to e raised to minus 2x. x is greater than or equal to 0. അതും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഫോർത്ത് ക്വസ്റ്റ്യന് 10 മാർക്സ് ആണ്. ഇനി അപ്ലൈ ദ ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ് ടു സോൾവ് ദ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. d square y by dx square is equal to minus 6x. x between 0 to 1. y of 0 is equal to 0. y of 1 is equal to 1. Using h is equal to step size is equal to 0.5 എന്ന് പറയുന്നത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. യൂസിംഗ് predictor corrector method. Mellon's predictor corrector method to estimate y of 0.6. 0.6 മാത്രമേ ഉള്ളൂ. y of 0.6 for the initial value problem. y dash is equal to x plus pi. y of 0 is equal to 1. Using step size 0.2. Initial values of y of 0.2 is 1.221. y of 0.4 is 1.491. അത് 5 മാർക്സിന്റെ ഇതാണ്. പിന്നെ 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് a rod of length L, 3 L L is initially at 0 degree Celsius. At t is equal to 0, it extends and suddenly is kept at 100 degree Celsius and 50 degree Celsius respectively. Using the finite difference method, estimate the temperature at the midpoint after one step, that is delta t is equal to 0.1 with L is equal to 1, H is equal to 0.5 and thermal diffusivity alpha is equal to 1. അത് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം സ്റ്റെപ്സ് ചെയ്യാനുണ്ട്, ബട്ട് സ്റ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ 6 മാർക്സും കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. പിന്നെ ബി എന്ന് പറയുന്നത് ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ Garklin method for solving the partial differential equation and demonstrate its application for the equation u double dash of x is equal to 2u on x between 0 to 1 with u of 0 is equal to 0, u of 1 is equal to 0 using the single linear trial function. അത് 4 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഗാർക്ലിൻ മെത്തേഡിൽ നിന്ന് വരുന്നതാണ്. ഇപ്പം നമ്മളത് ലോ പ്രയോറിറ്റി വെച്ചിരുന്നു എന്നുണ്ടെങ്കിലും ആ ഒരു ഏരിയയിൽ നിന്ന് ആ ബ്ലോക്ക് 4 യൂണിറ്റ് 11 and 12 നിന്ന് 10 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് ഡിറ്റർമൈൻ ദ ബെസൽ ഫംഗ്ഷൻ ഫോർ സെക്കൻഡ് കൈൻഡ് ആണ്. y of 0 of x as a linear combination of j0 of x and a logarithmic term give its behavior at x is equal to 0. അത് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഗിവ് ദ ഡിഫറൻസ് സ്കീം ഓഫ് u n plus 1 I plus 1 minus 2u I n plus 1 plus 2u I minus 1 n plus 1 which is equal to lambda of u raised to n I plus 1 of 2u raised to n by I plus u raised to n I minus 1. Explain the stability condition using von Neumann method. Okay, അത് 5 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഇപ്പം ഇത് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ടോപ്പ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കണ്ട് ഓവർവെൽംഡ് ആയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇത് കറക്റ്റ് സമയത്ത് ഈ 2 hours കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്
ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിട്ട്, ഇതിപ്പോ ഒരു പ്രൊഡിക്റ്റർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ഏറെക്കുറെ ഇതുപോലൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ടാവുക. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഏതാണോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്, ആദ്യമേ എഴുതാൻ പറ്റുന്നത് പെട്ടെന്ന് ഇതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന പാറങ്കുട്ട ഫോർത്ത് ഓർഡർ മെത്തേഡ് ഒക്കെ ഒരുപാട് സമയം കൺസ്യൂം ചെയ്യുന്നതാണ്. 6 മാർക്കാണ് ഉള്ളൂ, ഓക്കെ, അത് സമ്മതിച്ചു. പക്ഷെ എന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് ചെയ്ത് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാർക്സ് നമുക്ക് അവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അത് മുഴുവൻ എഴുതിയെങ്കിൽ മാത്രമേ 6 മാർക്സ് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ കൂടുതൽ ഏതിനാണോ സമയം സ്പെൻഡ് ചെയ്യുന്നത് അത് ആദ്യം എഴുതുക. കാരണം അവസാനത്തേക്ക് വെക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എക്സാം തീർക്കാനുള്ള ടെൻഷനിൽ ചെയ്യുന്നത് തെറ്റിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം ഫൈനൽ ആൻസർ തെറ്റാണോ ശരിയാണോ എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്കൊന്നും എത്താതിരിക്കാനായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കാം ആയിട്ട് പ്രസൻസ് ഓഫ് മൈൻഡിൽ ഇരുന്ന് എക്സാം എഴുതുക. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മൾ എഴുതുന്നത് എന്താണ് എന്ന് ചിന്തിച്ച് വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഓവർ തിങ്ക് ചെയ്യാതെ എന്താണോ എഴുതുന്നതെന്ന് ശ്രദ്ധിച്ച് ഇരുന്ന് എഴുതുക. എന്തായാലും നല്ല രീതിക്ക് നിങ്ങൾക്ക് എക്സാം പുൾ ഓഫ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആയി വിശ്വസിക്കുന്നു. ജൂൺ 2025 എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ഓൺ ബിഹാഫ് ഓഫ് ദി ഹോൾ ലേൺ വൈസ് ടീം ഞാൻ വലിയൊരു ഓൾ ദി ബെസ്റ്റ് പറയാണ്. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.